വടകര-പുത്തൂരിൽ വീടുകയറി ഗൃഹനാഥനെയും മകനെയും ആക്രമിച്ച സംഭവത്തിൽ കൊട്ടേഷൻ സംഘം അറസ്റ്റിൽ. റിട്ടയർഡ് പോസ്റ്റ്മാൻ പാറമേൽ രവീന്ദ്രൻ, മകൻ ആകാശ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ബൈക്കിലെത്തിയ 3 അംഗ സംഘം വീടുകയറി ഇരുവരെയും ആക്രമിക്കുകയായിരുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ പിടിയിലാകുന്നത്. നവംബർ 4 തിങ്കളാഴ്ച രാത്രിയാണ് കൊട്ടേഷൻ സംഘം വടകര-പുത്തൂരിൽ വീട് കയറി ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ റിട്ടയർഡ് പോസ്റ്റ്മാൻ പാറേമൽ രവീന്ദ്രൻ, മകൻ ആകാശ് എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ 5 പേരടങ്ങിയ കൊട്ടേഷൻ സംഘത്തെ വടകര പോലീസ് പിടികൂടിയത്. പുത്തൂർ ശ്യാം നിവാസിൽ മനോഹരൻ, വില്യാപ്പള്ളി സ്വദേശികളായ പനയുള്ളമീത്തൽ സുരേഷ്, കാഞ്ഞിരവള്ളി കുനിയിൽ വിജീഷ്, പട്ടർപറമ്പത്ത് രഞ്ജിത്ത്, ചുണ്ടയിൽ മനോജൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ഹെൽമറ്റ് ധരിച്ച 2 പേരും മുഖത്ത് കരിവാരി തേച്ച ഒരാളും വീട്ടിൽ അതിക്രമിച്ചു കയറി രവീന്ദ്രനെ ആക്രമിക്കുകയായിരുന്നു. ഇത് തടയാൻ ശ്രമിക്കവെയാണ് മകൻ ആകാശിന് പരിക്കേൽക്കുന്നത്. അക്രമി സംഘം രവീന്ദ്രന്റെ കാൽ തല്ലിയൊടിക്കുകയും ചെയ്തിരുന്നു. കേസിൽ അറസ്റ്റിലായ മനോഹരനാണ് രവീന്ദ്രനെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത്. ഇവർ തമ്മിലുള്ള അതിർത്തി തർക്കമാണ് കൊട്ടേഷൻ ആക്രമണത്തിൽ കലാശിച്ചത്. ഇതിന്റെ പേരിൽ കോടതിയിൽ കേസും നിലവിലുണ്ട്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് നിലവിൽ പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. ഇടതുകാലിന് പൊട്ടലേറ്റ രവീന്ദ്രൻ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, വടകര.